much more singer, much more speaker in political level, religious level, cultural level, and all fields we want good speakers. What we think, what we do, what we behave in our life, if we do it beautifully, all this become called art. I declare this session is inaugurated. All the best, Lord. കുട്ടികളുടെ പ്രോഗ്രാം എല്ലാം നല്ല രീതിയിൽ ഭംഗിയായി നിർവഹിക്കണമെന്ന് പ്രത്യേകമായി അഭ്യർത്ഥിക്കുന്നു. ഒക്കെ വരും കാലത്തിൽ നല്ല കഴിവുള്ള കുട്ടികളായി മാറും. Each of them will have special abilities, inborn abilities. The responsibility of teachers and parents are finding their inborn abilities and develop them. Words are lovely, dark and deep, but I have promises to keep. Miles to go before I sleep, and miles to go before I sleep. Dear students, you have to go miles and miles. ഓരോരുത്തർക്കും പലവിധമായ കഴിവുകളാണ് അവർക്കുള്ളിൽ ഉണ്ടാവുക. അത് എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അതിനെ പുറത്തേക്ക് കൊണ്ടുവന്ന് അതിന് വേണ്ട മോട്ടിവേഷൻ എല്ലാം കൊടുത്ത് നല്ല രൂപത്തിൽ അതിനെ വാർത്തെടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടെയാണ് നമ്മുടെ സ്കൂളുകളിലെല്ലാം ഇങ്ങനെയുള്ള ഓരോ ആർട്ട് ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത്. കാറ്റഗറി 1, 2, 3 മൂന്ന് പ്രോഗ്രാമുകളും. I am here to deliver the word of thanks on behalf of our school. I sincerely thank our respected principal for guiding us in a right path to conduct this Arts Day auditorium. I extend my warm gratitude to the esteemed dignitaries for making this function a glorious event. I especially wish all the participants of this inter-school competition auditorium 2023. Mother
ചെമ്പകപ്പൂതേതിതരം ചന്ദിര സുന്ദര പൂമുഖമതൃപം ഇമ്പത്തരുണിയാൽ പൂമുത്ത് അജറ അവിടം ചെന്നൻ കൊച്ചു ഹബീബിനോട് പറഞ്ഞിടുമോ എനിഷ്ടം ഒന്ന് മൊഴിഞ്ഞിടുമോ കുട്ടികൾ നാം പറയണം നമ്മുടെ നല്ലൊരു ഭാവിക്കാൻ അമ്പിളിമാവനെ കമ്പിളി വേണമെന്നോട് ചെല്ലിയ ചങ്ങാതി മഴത്തെ മേഘത്തെ ചമച്ചിടാൻ നല്ല പൊരിപ്പിനും ചെല്ലായി കട്ടുകുടിച്ചു മുട്ടിയുള്ള പൂക്കളെല്ലാം പൊട്ടി വീഴിച്ചു പുന്തേരുന്നാവനാട്ടെ കുമ്പടി പുഷാവനാട്ടെ Peace, no, thank you. Peace, no, thank you. Peace, peace, peace. ആകാശത്തിലെ അമ്പിളിയാണ് ആഴക്കടൽ മുത്തുകളാണോ If you hurt someone, what will you say? What will you say? I will say sorry. That's what they say. This is my island when I went to school. Thank you. കാലത്തു കാക്കകൾ കൊത്തുകൂടി കട്ടിൽ താഴത്തു വീണൊരു എല്ലു കിട്ടി ഞാനിരിപ്പ് അതെ അതെ ഈ ലോകത്ത് പോയി പോലെ മണ്ണിനടിയിലൊളിച്ചിരുന്ന ഗ്രാമത്ത് ഒരു മുയലും ഒരു അമ്മയും ഉണ്ടായിരുന്നു പണ്ട് ഒരു രാജാവ് ഉണ്ടായിരുന്നു രാജാവിന് ബുദ്ധിമാനായൊരു മന്ത്രി ഉണ്ടായിരുന്നു രാജാവിന് നായാട്ട് ഇഷ്ടമുള്ള വിനോദമായിരുന്നു സമയം കിട്ടുമ്പോഴൊക്കെ രാജാവും മന്ത്രിയും ബാക്കിയുള്ള ഭടന്മാരെയും കൂട്ടി നായാട്ട് പോകുമായിരുന്നു ആ സമയത്ത് മുത്തശ്ശനും മുത്തശ്ശിയും കഥകൾ പറഞ്ഞു അമ്മ നല്ല ഭക്ഷണങ്ങൾ ഉണ്ടാക്കി അവർ കൊടുത്തു അച്ഛനും മണിയെത്തിയും അവന്റെ കൂടെ ഇരുന്ന് സംസാരിച്ചു പെട്ടെന്ന് തന്നെ തന്റെ പഴയ ആരോഗ്യത്തിലേക്ക് തിരിച്ചു വന്നു കൂട്ടുകാരെ നമുക്ക് ഈ കഥയിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം നമ്മുടെ കുടുംബത്തെക്കാൾ സന്തോഷം നൽകാൻ ഒന്നിനും കഴിയില്ല After becoming doctors, I will give medicines and good
വരാറുണ്ടായിരുന്നു. ആ ഖുർആൻ പാരായണം ചെയ്യാൻ ദിവസവും ശ്രദ്ധിക്കണം. ചന്ദ്രമാന കിतना प्यारा चेहरा कितना गोरा कभी में तुमसे मिलाते कभी कभी मुस्कुराते हैं. धन्यवाद. അത് കണ്ടു. My last birthday my father gifted me a toy aeroplane. I love the big aeroplane. At the airport I am ready to study and work hard to fulfill my dream of flying the aeroplane. കാക്ക അടുത്ത ഘട്ടത്തിലേക്ക് പോയി. അതാ വീട്. ആ വീട്ടിൽ എന്തായാലും വെള്ളം ഉണ്ടാവുമെന്ന് കാക്ക വിചാരിച്ചു. അപ്പോ ഒരു ദിവസം ഒരു ഐഡിയ എടുത്തു. അങ്ങനെ മഹാരാജാവായ സിംഹത്തിന്റെ ഗുഹയിലേക്ക് പോയി. ഭൂമിയിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ അത് സ്വന്തം അമ്മയുടെ മടിത്തട്ടിലാണ്. സമൂഹ മാധ്യമങ്ങളിൽ വളരെ അധികം പങ്കുവെക്കപ്പെട്ട ഒരു വാചകമാണിത്. മാതൃസ്നേഹത്തെ കുറിച്ച് ഓർക്കുമ്പോൾ ആദ്യം ഓർമ്മയിൽ വന്നതും ഈ വാചകം തന്നെ. ഈ ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ ഇടം ഏത് പ്രതിസന്ധികളിലും നമ്മൾ ആശ്വാസം തേടി എത്തുന്നതും അമ്മ എന്ന ആ രണ്ടാശയത്തിലാണ്. പതിവ് പോലെ തൊപ്പിക്കാരെ തൊപ്പി ഒഴിക്കാൻ വേണ്ടി ചന്തയിലേക്ക് പോവുകയായിരുന്നു. മലയാളം നമ്മുടെ